നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തോൾ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. തോള് എല്ലാവർക്കും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും തോൾ വേദനയോ തോള് സ്റ്റിഫ്നെസ്സോ ഒക്കെ വരാറുണ്ട്. അതിനകത്ത് ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾക്ക് യൂഷ്വലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം തോളിൽ മെയിൻലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മെജോറിറ്റി 90% ഒന്നിൽ വേദന, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ ബലക്കുറവ്, അല്ലെങ്കിൽ തോള് തെന്നിപ്പോവുക എന്നുള്ള ഇത്രയും കാരണങ്ങളാണ്. വളരെ ചുരുക്കം പേർക്ക് മാത്രം ഇതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുള്ളൂ. എന്നാലും കോമൺ ആയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ്. തോള് വേദന ഓരോ പ്രായക്കാരിലും പല കാരണങ്ങളായിട്ട് വരാം. ഇപ്പം കുട്ടികളിലാണ് തോള് വേദന വരുന്നതെങ്കിൽ നമ്മൾ മെയിൻലി അതെന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ, എന്തെങ്കിലും വീണതിന് ശേഷമുള്ള ഇഞ്ചുറി ആണോ, ഈ 2 കാരണങ്ങളാണ് കോമൺ ആയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ അഡോളസെന്റ് എയർലി സ്റ്റേജ് ആകുമ്പം തോള് വേദന ചിലപ്പം തോള് ചെറുതായി തെന്നുന്നതിന്റെ ലക്ഷണമായിരിക്കാം. അതല്ലെങ്കിൽ തോള് നമുക്കൊരു ഹൈപ്പർ ലാക്സിറ്റി സിൻഡ്രോം, അതായത് നമ്മൾ കൂടുതൽ സ്ട്രെച്ച് ആകുന്ന ജോയിന്റുകൾ കൊണ്ടുണ്ടാകുന്നതാകാം. കുറച്ചും കൂടെ ഒരു പ്രായമായിട്ട് യങ്സ്റ്റേഴ്സിൽ വരുന്നത് തോളിന് വേദന വരുന്നത് യൂഷ്വലി ടെൻഡിനോസിസ്, അതല്ലെങ്കിൽ അതായത് നമ്മുടെ മസിലിനുള്ള ബലക്കുറവ് മൂലമോ അല്ലെങ്കിൽ ഓവർ യൂസ് ഇഞ്ചുറി മൂലമോ ആകാം. പിന്നെ ഏത് പ്രായക്കാരിലും ഈ ഫ്രാക്ചറോ മസിൽ ടയറോ ഉണ്ടാകാം. യൂഷ്വലി അതിനൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഈവന്റ് ഉണ്ടാകും, അതായത് ഒരു വീഴ്ച സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരുന്നപ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഇഞ്ചുറി സംഭവിക്കാം. അങ്ങനെ വരുന്നതാണ്. അതിനൊരു ഡെഫിനിറ്റീവ് കോസ് നമുക്ക് അപ്പോഴേ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് കുറച്ചും കൂടെ പ്രായമായവർക്കാണ്. പ്രായം വെച്ചൊരു മധ്യവയസ്കരായുള്ളവർക്ക്. അതിൽ ഇങ്ങനെയുള്ളവർക്കാണ് തോളുവേദന ഭയങ്കര കോമൺ. അതിന്റെ ഒരു കാരണം ഇവർക്ക് ചിലപ്പോൾ ഷുഗർ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാകാം, തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് കാണുന്നത് യൂഷ്വലി മസിലിന് നീർക്കെട്ടും, പിന്നെ അത് ചികിത്സിക്കാതിരിക്കുന്നത് മൂലം പിന്നീട് മസിൽ ഡീജനറേഷൻ വന്നിട്ടത് പൊട്ടുക, പിന്നെ അത് കാരണം ഉണ്ടാകുന്ന ബലക്കുറവും ആകാം. ഇനി വേറൊരു കാരണം തോൾ അത് ഏത് സന്ധിയിലും സംഭവിക്കാവുന്നതാണ് ആർത്രൈറ്റിസ്. അത് നമുക്ക് പല ആർത്രൈറ്റിസ് ഉണ്ട്. ആമവാദം മുതലായ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് മുതലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. അതുകൂടാതെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സാധാരണ തേയ്മാനം ഉണ്ടാകാം. ഇങ്ങനെ സാധാരണമായി കാണുന്ന അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വളരെ റെയർ ആണ്. തോളിൽ, മുട്ടിലും ഇടുപ്പിലും അത് കോമൺ ആണെങ്കിലും തോളിൽ അത് റെയർ ആണ്. ഏറ്റവും കോമൺ ആർത്രൈറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദമാണ്. ഇനി മറ്റു ജോയിന്റുകളെ ബാധിക്കുന്ന പോലെ യൂറിക് ആസിഡ് മൂലവും ആർത്രൈറ്റിസ് തോളിൽ വരാം. ഇനി വളരെ റെയർ ആയിട്ട് ഇൻഫെക്ഷനും തോളിൽ വരാം. പിന്നെ പ്രായമായവർക്ക് പൊതുവെ തോളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മസിൽ ടിയർ കൊണ്ടാണ്. അതായത് തോളിലെ മസില് പൊട്ടുക, തോൾ മൂവ്മെന്റിനുള്ള മസിൽ പൊട്ടുക, അത് കാരണം നമുക്ക് തോൾ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുക. പിന്നെയും നമ്മളത് തോളിൽ കൊണ്ട് കൂടുതൽ എക്സേർട്ട് ചെയ്യുമ്പം അത് വേദനയായിട്ട് നമുക്ക് വരാറുണ്ട്. പിന്നെ ഏത് പ്രായക്കാർക്കും വരാം തോൾ സ്റ്റിഫ്നെസ്. അത് 2 കാരണങ്ങളാണ് പൊതുവെ. തോളിൽ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, അതല്ലാതെ പ്രൈമറി അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ്, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകില്ല, തോളിൽ കുറച്ച് കാലത്തേക്ക് സ്റ്റിഫ്നെസ് വരും. യൂഷ്വലി തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രശ്നം, തൈറോയിഡ് ഗ്രന്ഥിക്ക് അസുഖമുള്ളവർക്കും ഡയബറ്റിക്സ് ഷുഗർ അൺകൺട്രോൾ ആയിട്ടുള്ളവർക്കുമാണ് കണ്ടുവരുന്നത്. ഇനി എന്താണ് ഇതിനൊക്കെ, എങ്ങനെയാണ് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരുവിധം തോൾ സംബന്ധമായ എല്ലാ കാരണങ്ങളും നമ്മൾ ഹിസ്റ്ററിയും എക്സാമിനേഷനും പരിശോധിച്ചതിന് ശേഷവും നമുക്ക് മനസ്സിലാവുന്നതാണ്. ചെറിയൊരു ഗ്രൂപ്പിൽ നമുക്ക് പരിശോധനയിൽ ഡെഫിനറ്റ് ആയിട്ടൊരു ഐഡിയ വരില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ എക്സ്റേ എടുക്കാം. ചിലപ്പം എന്താണ് നമ്മുടെ ഡയഗ്നോസിസ് അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് അഡ്വാൻസ് സ്കാനിങ് വേണ്ടി വന്നേക്കാം, MRI മുതലായവ. പിന്നെ ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ബ്ലഡ് ടെസ്റ്റുകളും വേണ്ടി വന്നേക്കാം. ഉദാഹരണമായിട്ട് ഈ വാതസംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ, ഇതിനൊക്കെ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വന്നേക്കാം. ഇനി എന്താണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ്? എന്ത് അസുഖമാണ് നമുക്കുള്ളതെന്നനുസരിച്ചാണ് ട്രീറ്റ്മെന്റ്. നമ്മുടെ പ്രായം, നമ്മുടെ അസുഖം, നമ്മുടെ ഫങ്ഷണൽ ഡിമാൻഡ്, നമുക്ക് എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമുക്ക് ഈ കൈ കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മുടെ ഡോമിനന്റ് ആമാണോ, അതായത് നമ്മൾ വലം കൈയാനാണെങ്കിൽ നമ്മുടെ വലത് കൈയാണോ അഫക്റ്റ് ആയിരിക്കുന്നത് എന്നതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അപ്പം കാരണം നമുക്ക് ഓരോരുത്തരുടെയും അനുസരിച്ചും ടൈലർ മെയ്ഡ് ആയിരിക്കും ഓരോരുത്തരുടെയും ട്രീറ്റ്മെന്റ്. അപ്പം വേദന ഞാൻ പറഞ്ഞാൽ പല കാരണങ്ങളാൽ വരാം. അപ്പൊ എന്ത് കാരണത്താലാണോ വേദന അത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനുതകുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇപ്പൊ ഉദാഹരണമായി, പക്ഷെ 90% തോൾ സംബന്ധമായ കാരണങ്ങൾ, മേ ബി 90 മുകളിലും
അതിന് സ്പെസിഫിക് എക്സസൈസസ്, സ്പെസിഫിക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഒരു പ്രത്യേകതരം ഫിസിക്കൽ തെറാപ്പി ആയിരിക്കും 90% മേളിലും തോൾ സംബന്ധമായ രോഗങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെന്റ്. അതിന്റെ കൂടെ ചിലപ്പോൾ സപ്പോർട്ടീവായിട്ട് നമുക്ക് ചില ന്യൂട്രീഷണൽ സപ്ലിമെന്റ് നൽകേണ്ടതായിട്ട് വരാം, വൈറ്റമിൻസ് മുതലായവ. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില അസുഖങ്ങൾ, ഉദാഹരണമായി മസിൽ ടിയർ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് മുതലായ അസുഖങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് സർജിക്കൽ ഇന്റർവെൻഷനും ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം.